നമസ്കാരം, ഞാൻ സായി കൃഷ്ണൻ. അക്ഷരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് ത്രിപുര ദഹനം കഥയാണ്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിക്കപ്പെട്ട ത്രിപുരങ്ങൾ നേർരേഖയിൽ വന്നപ്പോൾ മഹാദേവൻ ഒറ്റ അസ്ത്രം കൊണ്ട് ത്രിപുരങ്ങളെ നശിപ്പിക്കുന്നത് ഈ കഥയിലെ പ്രധാനപ്പെട്ട സന്ദർഭമാണ്. കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ അസുര രാജാവായ താരകാസുരനെ ശ്രീ സുബ്രഹ്മണ്യൻ വധിച്ചു. പിന്നീട് താരകാസുരൻ്റെ പുത്രന്മാരായ താരകാക്ഷനും കമലാക്ഷനും വിദ്യുന്മാലിയും ബ്രഹ്മദേവനെ കഠിന തപസ്സനുഷ്ഠിച്ച് പ്രത്യക്ഷപ്പെടുത്തി. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിക്കപ്പെട്ട ചലിക്കുന്ന 3 പുരങ്ങൾ അഥവാ നഗരങ്ങൾ തങ്ങൾക്ക് ലഭിക്കണമെന്നും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമായി സഞ്ചരിക്കുന്ന അവ 1000 വർഷത്തിലൊരിക്കൽ നേർരേഖയിൽ വരുമ്പോൾ ഒറ്റ അമ്പുകൊണ്ട് അവയെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ തങ്ങൾക്ക് നാശമുണ്ടാകാവൂ എന്ന വരം അവർ ബ്രഹ്മദേവനിൽ നിന്ന് നേടിയെടുത്തു. തുടർന്ന് അസുരശില്പിയായ മയൻ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമായി ത്രിപുരങ്ങൾ പണികഴിപ്പിച്ചു. താരകാസുരൻ്റെ പുത്രന്മാർ ത്രിപുരങ്ങളിൽ സർവസന്നാഹങ്ങളോടെ താമസം ആരംഭിച്ചു. വരലബ്ധിയാൽ ശക്തരായ അവർ 3 പേരും ദേവന്മാരെ കൂടുതൽ ദ്രോഹിക്കാൻ തുടങ്ങി. അവരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു. ദേവന്മാരെ സഹായിക്കാമെന്ന് മഹാദേവൻ വാക്കുകൊടുത്തു. സകല ദേവന്മാരും മഹാദേവനെ സഹായിക്കാനെത്തി. മഹാവിഷ്ണുവിനെ അമ്പാക്കി മാറ്റി. അമ്പിൻ്റെ അറ്റത്ത് അഗ്നിദേവനും അമ്പിൻ്റെ കടയ്ക്കൽ വായുദേവനും വസിച്ചു. വായു അമ്പിനെ കൂടുതൽ വേഗത്തിൽ നയിക്കും. ഭൂമിദേവി മഹാദേവൻ്റെ രഥത്തിൻ്റെ തേർത്തട്ടും സൂര്യചന്ദ്രന്മാർ ചക്രങ്ങളും ദേവന്മാർ കുതിരകളും ബ്രഹ്മാവ് സാരഥിയുമായി. സർപ്പപാതുകനായി ശ്രീപരമേശ്വരൻ എഴുന്നള്ളി. പ്രപഞ്ചശക്തികളെല്ലാം മഹാദേവനെ സഹായിക്കാനെത്തി. മഹാദേവൻ രഥത്തിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു. 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം നേർരേഖയിൽ വരുന്ന ത്രിപുരങ്ങളെ കാത്ത് മഹാദേവൻ നിന്നു. തുടർന്ന് താരകാസുരപുത്രന്മാർ സർവസന്നാഹങ്ങളുമായി യുദ്ധത്തിനെത്തിച്ചേർന്നു. ഘോരയുദ്ധം തന്നെ അവിടെ നടന്നു. ഈ സമയത്ത് ത്രിപുരങ്ങൾ നേർരേഖയിലേക്ക് വരാൻ ആരംഭിച്ചു. വാസുകി എന്ന സർപ്പത്തെയായിരുന്നു മഹാദേവൻ്റെ വില്ലിന് ഞാണായി കെട്ടിയിരുന്നത്. ത്രിപുരങ്ങൾ നേർരേഖയിൽ വന്ന നിമിഷം മഹാദേവൻ അസ്ത്രമയച്ചു. ത്രിപുരങ്ങളും അവയുടെ അധിപന്മാരായ അസുരന്മാരും ഭസ്മമായി തീർന്നു. അധർമ്മത്തിന് മേൽ ഒരിക്കൽ കൂടി ധർമ്മം വിജയിച്ചു. മധ്യപ്രദേശിലെ അമർകാണ്ടക് എന്ന സ്ഥലത്ത് വെച്ചാണ് മഹാദേവൻ ത്രിപുരദഹനം നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയുമാണ് ത്രിപുരദഹനം കഥ. ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു. ചോദ്യം ഇതാണ്: മഹാദേവൻ്റെ വാഹനമായ കാളയുടെ പേരെന്താണ്? ഉത്തരം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.